അമ്മയെ പറ്റി തെറ്റായിട്ടൊരു വാക്കെങ്ങാനും പറഞ്ഞ കൊന്നുകളയോളാം നിന്നെ. ഇന്ന് എന്റെ മരുമോൻ ചോദിച്ച ഈ കാര്യം നാളെ ഈ നാട്ടുകാരെ മുഴുവൻ ചോദിക്കും നിങ്ങളോട്. അപ്പൊ നിങ്ങൾ അവരെയൊക്കെ കൊല്ലാൻ ശ്രമിക്കുവോ? ഇനി എന്ത് കാഴ്ച കാണാൻ നിക്ക? ഇങ്ങനെ ഒരു റൗഡിയുള്ള വീട്ടിൽ നിന്ന് പെണ്ണിനെ കെട്ടിക്കൊണ്ടു പോയാ ഇങ്ങനെ എന്നും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. വന്നേ എല്ലാരും. ഒന്ന് നിൽക്കൂ, നിങ്ങൾ അല്പം ഒന്ന് ക്ഷമിക്കൂ. ഞങ്ങളുടെ ലക്ഷ്മിയുടെ മുഖം ഒന്ന് നോക്കൂ. അത്രയും നല്ല കുട്ടിയാണെങ്കിൽ നിങ്ങൾ കേട്ട്. മുറപ്രകാരമുള്ളവരെ കെട്ടുന്നില്ല, പിന്നെ എന്റെ മകനെന്തിനാ കെട്ടുന്നേ? അയ്യോ, അങ്ങനെയൊന്നും ഒരിക്കലും പറയല്ലേ. ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയപ്പോഴേ ചാണാത്തി ചവിട്ടിയപ്പോ എനിക്ക് തോന്നി അടുത്ത് വന്നാലും നാറും അമ്മയുടെ കഥ അറിഞ്ഞാലും നാറുമെന്ന്. കുടുംബ വീട്ടിലേക്ക് പോയാൽ നിന്റെ ഏട്ടത്തിയെ കണ്ടില്ലെങ്കിലും ചേട്ടനെ കാണാമെന്നാ കരുതിയത്. സ്വന്തം മകളെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് പോലും ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എന്താ കരുതേണ്ടത്? എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? വയലവരും വാമേ. കരയാതിരിക്കും വല്യമ്മേ, കരയാതെ. എന്തിനെങ്ങനെ കരയാൻ ഏട്ടത്തി? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സന്തോഷത്തോടെ എന്റെ ചേട്ടന്റെ വീട്ടിലേക്ക് പോയതാ. പക്ഷെ കരഞ്ഞുകൊണ്ട് തിരിച്ചു വരേണ്ടി വന്നു. പെണ്ണ് കാണാൻ വന്നവര് പിണങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമേ? ലക്ഷ്മിയെ ദേവനെങ്കിലും കല്യാണം കഴിപ്പിച്ച് തരണമെന്ന് പറഞ്ഞപ്പോ ഗൗതം ഒന്നും പറഞ്ഞില്ല. മുതലാളി, ഇതാ വെള്ളം കുടിക്കുക. ഞാൻ ചത്തുപോയതുപോലെ എന്റെ ഭാര്യ വീടിനകത്തിരുന്ന് കരയുന്നത് കണ്ടില്ലേ? പിന്നെ ആർക്ക് കുടിക്കാനാണ് നീ വെള്ളം കൊണ്ടുവന്നത്? എന്തായിട്ടായി പറയുന്നേ? കുടുംബ വീട്ടിൽ പോയിട്ട് വന്നിട്ട് സന്തോഷിക്കുന്നതിന് പകരം ഹൃദയസ്തംഭനം വന്നതുപോലെ കരഞ്ഞ ആ കണ്ണീർ ആർക്ക് വേണം? ഏട്ടൻ എന്റെ സാവിത്രി ചേച്ചിയെ കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഒരക്ഷരം മിണ്ടരുത്. ഞാൻ സത്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ കല്യാണാലോചന മുടങ്ങിപ്പോയതെന്ന് നീ പറയരുത്. ബാലു, പെട്ടിയെടുത്തിട്ട് വാ. ഏട്ടാ, ഇപ്പൊ ഒന്നും പറയണ്ട വല്യമ്മേ. മുതലാളി,
ഒരു മദ്യപാനിയെ കെട്ടി 5 കുട്ടികളെയും പ്രസവിച്ചിട്ട് നിന്റെ അമ്മ തെറ്റിയതിലെന്ന് പറയുന്നടാ. അന്ന് അവിടെ നടന്ന നാട്ടുവിചാരണയിൽ വച്ച് ഈ റബ്ബർ ചെരുപ്പ് എന്റെ നെഞ്ചിന് നേരെ വലിച്ചെറിഞ്ഞവനാ നിന്റെ ചേട്ടന്റെ മകൻ ഗൗതം. നാട്ടുകാരുടെ മുന്നിൽ വച്ച് എന്നെ അപമാനിച്ചവനാ. അതുമായി താരതമ്യം ചെയ്യുമ്പോ ഇന്ന് അവനുണ്ടായ അപമാനം വളരെ ചെറുതാ. അച്ഛാ, കുറച്ചെങ്കിലും മാറുമെന്ന് വിചാരിച്ചു. ഇപ്പോഴും പകയോടെ തന്നെയാണോ ഇരിക്കുന്നത്? അല്ലടാ, ജീവനോടെ തന്നെയുണ്ട്. ഗൗതം അവന്റെ സഹോദരിമാരുടെ കല്യാണം നടത്താൻ ശ്രമിച്ച് അതും അടുത്തവൻ ശ്മശാനത്തിലേക്ക് പോകണം. അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ചേട്ടനെ വിശ്വസിച്ചതിന് കല്യാണം നടക്കാതെ ജീവിതകാലം മുഴുവൻ ഇരിക്കണം. അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോകണം. ശിവ ശിവ, അച്ഛാ, അച്ഛൻ ഒരുപാട് അതിര് കിടക്കുന്നു. ഇപ്പോഴും അവരുടെ ദേഷ്യവും പകയൊക്കെ ഉള്ളതുകൊണ്ടാണ് അച്ഛൻ വീണ്ടും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഗൗതം എറിഞ്ഞ ഈ ചെരുപ്പ് എന്റെ ചെകിടത്താണ് കൊണ്ടതെങ്കിലും സാരമില്ലായിരുന്നു. പക്ഷേ എന്റെ ഹൃദയത്തിലാണ് കൊണ്ടത്. ഹൃദയത്തിൽ. ആ വർഷം പെയ്ത മഴ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ചെരുപ്പേറിൽ എനിക്കുണ്ടായ അപമാനം എന്റെ കൺമുന്നിൽ ഇങ്ങനെ നിൽക്കുക. ഈ ചെരുപ്പ് ഇതൊക്കെ ഒരു ജീവിതമാണോന്ന് എന്റെ മുഖത്ത് നോക്കി ചോദിച്ചുകൊണ്ടിരിക്കുക. കൊണ്ടുപോവാ നോക്ക്. കൂട്ടിക്കൊണ്ടുപോ. ആ വാ വല്യമ്മേ. ആ അച്ഛാ, അച്ഛന്റെ ഹൃദയത്തിലേറ്റ അപമാനം മാറണമെന്നുണ്ടെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത കാര്യം ചെയ്യണം. മോനെ ഗൗതംകുമാറേ, നിന്റെ അച്ഛനെ അമ്മയൊന്ന് വിളിക്കൂ. ഇവിടെ എന്തെങ്കിലും അന്വേഷിക്കാന്ന് വിചാരിച്ച പ്രായമായ ആരെ ഇവിടെ കാണുന്നില്ലല്ലോ. ഇവരുടെ ഈ നാടകമൊക്കെ കണ്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ? അച്ഛന്റെ കഥയൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോ ഇവരുടെ അമ്മ എവിടെ? എല്ലാരും ഇങ്ങനെ വിഗ്രഹം പോലെ എത്ര സമയം അനങ്ങാതിരിക്കുമെന്ന് ഒന്ന് പറയാമോ പ്ലീസ്? സ്റ്റാച്യു മത്സരത്തിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ആയിരിക്കും 1ാം സമ്മാനം കിട്ടുന്നത്. ലക്ഷ്മി കഴിച്ചോ? വിശക്കുന്നുണ്ടോ? അതോ കണ്ണീര് വീഴ്ത്തി അതിനെ തന്നെ ഊറ്റി കുടിച്ചോണ്ടിരിക്കുകയാണോ? ഏയ്, നീ പോ. അയ്യോ, നിങ്ങളുടെ ഏട്ടൻ ദേഷ്യപ്പെട്ടാൽ കാണാൻ എന്ത് ഭംഗിയാ. എന്നാ നിങ്ങൾ തന്നെ ഇങ്ങനെ മനസ്സ് തകർന്നിരുന്നാൽ നിങ്ങളുടെ അനിയത്തിമാരൊക്കെ എന്തുമാത്രം വിഷമിക്കാന്ന് അറിയില്ലേ? സത്യാ ചേട്ടാ. നിങ്ങളോട് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല.
ശിവാനി എന്താ റൂമിലേക്ക് പോയത്? എന്തിനായിരിക്കും കഥ കരച്ചത്? അറിയില്ലല്ലോ. ഞാൻ നിങ്ങളുടെ അമ്മയല്ല, സാവിത്രി അമ്മായിയുടെ സാരി ഉടുത്തിരിക്കുന്ന ശിവാനിയാണ് ഞാൻ. ചേട്ടാ, നാട്ടിലെ അരാജകം നടത്തുന്ന ഒരു രാക്ഷസനെ എതിർത്ത് നിന്ന ആദിപരാശക്തിയാണ് നിങ്ങളുടെ അമ്മ. സാവിത്രി അമ്മായി കൂടെ ഉണ്ടെങ്കിൽ ആരായിരുന്നാലും ശരി, വന്ന വഴിയെ തിരിച്ചു പോകണമെന്ന് ധൈര്യമായിട്ട് ജീവിച്ചിരുന്നവരാ. അമ്മായിയെ പോലെ ഒരാള് നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നന്നായി കഴിയുമെന്ന് എല്ലാവരും വിചാരിക്കുമായിരുന്നു. അവരുടെ ധൈര്യം, ആദർശം, അവരുടെ സുരക്ഷ, അങ്ങനെയുള്ളപ്പോ ഇന്ന് ഈ വീട്ടിൽ ലക്ഷ്മിയെ പെണ്ണ് കാണാൻ വന്നവരൊക്കെ അമ്മായിയെ തെറ്റായി ചിത്രീകരിക്കുകയും ലക്ഷ്മിയെ വേണ്ടെന്ന് പറയുകയും ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ തകർന്നു പോവോ? ദേ നോക്ക് ചേട്ടാ, നിങ്ങളുടെ അനിയത്തിമാരെ കല്യാണം കഴിക്കാൻ തയ്യാറായി വരുന്നവര് ഭാഗ്യം ചെയ്തവരായിരിക്കണം. വിവാഹം കഴിക്കാൻ വിധിയില്ലാത്ത അവന്മാരെ കുറിച്ച് നിങ്ങൾ വെറുതെ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അമ്മേ, നിങ്ങൾ എനിക്ക് തന്ന ധൈര്യം എന്നെ വിട്ടു പോയിട്ടില്ല. ഞാൻ ഈ നാടിന് കൊടുത്ത വാക്ക് പാലിക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും എൻ്റെ സഹോദരിമാർക്ക് നല്ല ചെറുക്കന്മാരെ നോക്കി കല്യാണം നടത്തിവെക്കും. That's the spirit. എന്റെ ചെറിയ പ്രായത്തിൽ ഇത് കണ്ടിട്ടാണ് ഞാൻ കൈയടിച്ചത്. ഇപ്പോഴായാലും എപ്പോഴായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈയടിച്ചുകൊണ്ടേയിരിക്കും. നീ സാരി ഉടുത്ത് വന്നപ്പോ അമ്മ എവിടെയും പോയിട്ടില്ല, ഈ വീട്ടിൽ തന്നെ ഉള്ളതുപോലെ തോന്നിയത്. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ആഹാരം കഴിക്കുന്നോ? വേണ്ടെന്ന് പറയൂ.
എന്താ കൊണ്ടുവന്നേ? നാടൻ ചിക്കൻ കറി. നാടൻ ചിക്കൻ കറിയോ? ഇതാ കഴിക്കേട്ടാ. നിങ്ങൾ കഴിച്ചോളൂ. പിടിവാശി പിടിക്കാതെ എന്റെ പൊന്നു ചേട്ടാ. ഇപ്പൊ കഴിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോ കഴിക്കാനാ ഇരിക്കുന്നേ? ഇത് വാങ്ങിക്കേട്ടാ, കഴിക്കേ. കണ്ണു വെക്കാതെ ചേട്ടാ. എന്റെ സഹോദരിമാർക്ക് എന്റെ കണ്ണ് പെടില്ല. ഞാൻ പറഞ്ഞത് എന്റെ കാര്യമാ. ഞാൻ സാരി എടുത്തേക്കല്ലേ. പാടത്തെ കോലം പോലെ ഇരിക്കുന്ന നിന്നെ ഞാൻ കണ്ണു വെക്കുന്നല്ലേ? ഞാൻ പോയിട്ട് വരാം ചേട്ടാ. എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിടാനൊന്നും ചേട്ടൻ വരണ്ട. പിന്നെ അതൊരു വലിയ പ്രശ്നമാവും. പുറത്ത് മഴയുണ്ടല്ലോ ശിവാനി. ഇന്ന് രാത്രി ഞങ്ങളുടെ കൂടെ കഴിഞ്ഞൂടെ? പ്ലീസ്, ഞങ്ങളുടെ മൂഡ് മാറ്റാൻ സഹായിച്ചതല്ലേ. ഈ രാത്രിയെങ്കിലും ഇവിടെ തങ്ങിക്കൂടെ? ഞാൻ വീട്ടിലില്ല എന്നുള്ള കാര്യം വല്യച്ഛൻ അറിയാതിരുന്നാ മതിയായിരുന്നു.
അവസാനത്തെ ശ്വാസമാണെങ്കിലും എടുത്തിട്ട് എന്നോട് സത്യം പറ. ഗൗതമിന്റെ വീട്ടിൽ പോയിരിക്കുക